നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കരാർ ലംഘനത്തിന് പാലിയേക്കര ടോൾ കരാർ കമ്പനിക്ക് 2128.72 കോടി രൂപ NHAI പിഴ ചുമത്തിയ സാഹചര്യത്തിൽ സെപ്റ്റംബർ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കമ്പനിയുടെ നീക്കം സർക്കാർ ഇടപെട്ട് തടയണമെന്ന് DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജൻ. കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുടുങ്ങി വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ചേലക്കര സ്വദേശി. തൃക്കൂരിലുണ്ടായ വെള്ളപ്പൊക്കം മനുഷ്യനിർമ്മിതമാണെന്ന് തൃക്കൂർ കാർഷിക വികസന സമിതി യോഗം ആരോപിച്ചു. സംസ്ഥാനത്ത് കോഴിവില കുത്തനെ ഇടിഞ്ഞു. കിലോയ്ക്ക് 100 രൂപ മുതൽ 120 രൂപ വരെയാണ് ഇപ്പോഴത്തെ വില. വയനാടിന് കൈത്താങ്ങായി സ്കോളർഷിപ്പ് തുക നൽകി മുക്കുളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 കുട്ടികൾ. വാർത്തകൾ വിശദമായി. കരാർ ലംഘനത്തിന് പാലിയേക്കര ടോൾ കരാർ കമ്പനിക്ക് 2128.72 കോടി രൂപ NHAI പിഴ ചുമത്തിയ സാഹചര്യത്തിൽ സെപ്റ്റംബർ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കമ്പനിയുടെ നീക്കം സർക്കാർ ഇടപെട്ട് തടയണമെന്ന് DCC വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം കാണിച്ച് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനും പൊതുമരാമത്ത് സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും കത്ത് നൽകി. കമ്പനിയുടെ കരാർ ലംഘനം തങ്ങൾ നിരന്തരമായി പുറത്തുകൊണ്ടുവരുന്നതിനാലാണ് കമ്പനിക്ക് ഇത്രയും ഭീമമായ തുക പിഴ അടയ്ക്കേണ്ടി വരുന്നതെന്നും DCC വൈസ് പ്രസിഡന്റ് പറഞ്ഞു. കരാർ പ്രകാരം എല്ലാ വർഷവും സെപ്റ്റംബർ 1 ചാർജ് വർദ്ധിപ്പിക്കാമെന്നും അതിന് 45 ദിവസം മുൻപ് കരാർ കമ്പനി NHAIക്ക് ശുപാർശ സമർപ്പിക്കണം. ആയത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കി NHAI അനുമതി നൽകണം. കരാർ ലംഘനത്തിന് ജൂൺ 30 വരെ 2128.72 കോടി രൂപ പിഴ ചുമത്തുകയും കരാറിൽ പറയുന്ന പ്രവർത്തികൾ ചെയ്തു തീർക്കാത്തതിനാലും കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി കരാറിൽ നിന്നും പുറത്താക്കാൻ NHAI തന്നെ നടപടി സ്വീകരിച്ച സാഹചര്യത്തിലും സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാത്തതിനാലും നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് NHAIക്ക് ലീഗൽ നോട്ടീസ് നൽകിയിട്ടുള്ളതായും ജോസഫ് ടാജറ്റ് ചൂണ്ടിക്കാട്ടി. 2022 നവംബറിൽ നടത്തിയ സേഫ്റ്റി ഓഡിറ്റിൽ പറയുന്ന തീവ്ര അപകട സാധ്യതയുള്ള 11 ബ്ലാക്ക് സ്പോട്ട് ഉൾപ്പെടെ 50ഓളം ഇടങ്ങളിൽ നിർദ്ദേശിച്ച മേൽപ്പാലങ്ങൾ, അടിപ്പാതകൾ, യു-ടേൺ ട്രാക്കുകൾ, സൈൻ ബോർഡുകൾ തുടങ്ങി പരിഹാര നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലെന്നും ആമ്പല്ലൂർ, പേരാമ്പ്ര, മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര 5 ബ്ലോക്ക് സ്പോട്ടുകളിലെ അടിപ്പാത മാത്രമാണ് അനുവദിച്ച് പണി ആരംഭിച്ചിട്ടുള്ളതെന്നും ജോസഫ് ടാജറ്റ് കുറ്റപ്പെടുത്തി. ഈ ടോൾ പ്ലാസയിൽ ടോൾ നിരക്ക് ഉയർത്താനുള്ള നീക്കം സർക്കാർ ഇടപെട്ട് തടയണമെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ആവശ്യപ്പെടാറ്. എല്ലാ വർഷവും സെപ്റ്റംബർ 1 കരാർ പ്രകാരം ടോൾ നിരക്ക് കൂട്ടാനുള്ള പ്രൊവിഷൻ പറയുന്നു. അത് 45 ദിവസം മുമ്പ് അപേക്ഷ നൽകി NHAI സ്വാഭാവികമായും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട് കണക്കാക്കിയിട്ടാണ് ടോൾ നിരക്ക് ഉയർത്താറുള്ളത്. ഈ 12 വർഷത്തിനകം 7 തവണയാണ് ചാർജ് വർദ്ധിച്ചത്. മറ്റ് പ്രവൃത്തികളൊന്നും ചെയ്തു തീർക്കാതെ നിരക്ക് വർദ്ധിപ്പിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്ന് കാണിച്ച് കഴിഞ്ഞ വർഷം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ വർഷത്തെ നിരക്ക് വർധനവ് തടയാൻ ബോധിപ്പിച്ച ഹർജി ഈ ആഴ്ച വിചാരണയ്ക്ക് വരും. 2018 നിരക്ക് വർധനവിനെതിരെ തങ്ങൾ നൽകിയ കേസിലെല്ലാം പ്രവർത്തികളും ചെയ്തു എന്ന അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഹർജി തീർപ്പാക്കിയതാണ്. എന്നിട്ടും ഇപ്പോഴും പ്രവൃത്തികൾ ചെയ്ത് തീർത്തിട്ടില്ല എന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. ഇത് ഗുരുതരമായ വീഴ്ചയാണെന്നും DCC വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ജൂൺ 30 വരെ 1412.45 കോടി രൂപ പിരിച്ചെടുത്തുവെന്നും ദിവസേന 42,000 വാഹനങ്ങൾ ടോൾ പ്ലാസ വഴി കടന്നുപോകുന്നുണ്ടെന്നും 53 ലക്ഷം രൂപ ലഭിക്കുന്നുണ്ടെന്നും രേഖകൾ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ജനങ്ങളെ കൊള്ളയടിക്കാൻ കമ്പനിയെ സർക്കാർ അനുവദിക്കരുതെന്ന് ജോസഫ് ടാജറ്റ് കൂട്ടിച്ചേർത്തു. കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുടുങ്ങി വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം.
ചേലക്കര വട്ടുള്ളി തുടുമേൽ റജിയുടെയും ബ്രസ്റ്റിലുടെയും മകൾ 10 വയസ്സുള്ള എൽവിന റജിയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 9-നാണ് സംഭവം. വീടിനുള്ളിലെ ജനലിൽ ഷാൾ കെട്ടി കളിക്കുന്നതിനിടെ കഴുത്തിൽ കുടുങ്ങിയാണ് മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. തിരുവില്ലാമല പുനർജനി ക്രൈസ്റ്റ് ന്യൂ ലൈഫ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൃക്കൂരിലുണ്ടായ വെള്ളപ്പൊക്കം മനുഷ്യനിർമ്മിതമെന്ന് തൃക്കൂർ കാർഷിക വികസന സമിതി യോഗം ആരോപിച്ചു. തൃക്കൂരിലെ കാർഷിക മേഖലയ്ക്ക് വൻ നാശനഷ്ടം ഉണ്ടായതായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കാർഷിക വികസന സമിതി യോഗം വിലയിരുത്തി. 1.5 ആഴ്ച മുൻപ് ക്രമാതീതമായ അളവിൽ പീച്ചി ഡാം തുറന്നുവിട്ടതുമൂലം തൃക്കൂർ പഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ മാത്രം ഏകദേശം 2.5 കോടിയോളം രൂപയുടെ കൃഷിനാശം ഉണ്ടായതായി യോഗം വിലയിരുത്തി. കുലച്ച വാഴകളടക്കം ഏകദേശം 25,000-ഓളം വാഴകളും വിവിധ പ്രദേശങ്ങളിലായി ഏകദേശം 5 ഏക്കറോളം പച്ചക്കറി കൃഷിയും നശിച്ചതായി കൃഷി ഓഫീസർ അറിയിച്ചു. വളരെ കുറച്ച് കർഷകർ മാത്രമാണ് വിള ഇൻഷുറൻസ് ചെയ്തിട്ടുള്ളത്. ഇൻഷുറൻസ് തുക കിട്ടിയാൽ പോലും ഉണ്ടായ നഷ്ടം നികത്താൻ പറ്റുമോ എന്ന് കർഷകർക്ക് സംശയം ഉള്ളതായും കർഷകർക്ക് നഷ്ടപരിഹാര തുക സമയബന്ധിതമായി ലഭിക്കുമോ എന്ന സംശയം യോഗത്തിൽ ചർച്ച ചെയ്തു. തൃക്കൂരിലെ കർഷകരെ ഇത്രയും വലിയൊരു ദുരിതത്തിലാഴ്ത്തിയ പീച്ചി ഡാമിന്റെ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നും കർഷകർക്കുണ്ടായ കൃഷിനാശത്തിന്റെ നഷ്ടപരിഹാര തുക എത്രയും പെട്ടെന്ന് അനുവദിച്ചു കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കൃഷി മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകുവാൻ യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സലീഷ് ചെമ്പാറ, കൃഷി ഓഫീസർ ദീപ ജോണി, മറ്റ് കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് കോഴിവില കുത്തനെ ഇടിഞ്ഞു. കിലോയ്ക്ക് 100 രൂപ മുതൽ 120 രൂപ വരെയാണ് ഇപ്പോഴത്തെ വില. മാസങ്ങൾക്ക് മുൻപ് 180 രൂപ മുതൽ 240 വരെയായിരുന്നു കോഴിയുടെ വില. സംസ്ഥാനത്ത് ആവശ്യത്തിനനുസരിച്ച് ഉൽപാദനം ഉയർന്നതും ഒപ്പം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കൂടിയതുമാണ് വില കുത്തനെ കുറയാൻ കാരണമായത്. പ്രാദേശിക ഉൽപാദനം കൂടാൻ കാരണം കാലാവസ്ഥ അനുകൂലമായതാണ്. ചൂടുള്ള കാലാവസ്ഥയേക്കാൾ മഴക്കാലത്താണ് ഇറച്ചിക്കോഴി ഉൽപാദനം വർദ്ധിക്കുന്നത്. ഉൽപാദനം കൂടിയതിനൊപ്പം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പകുതി വിലയ്ക്ക് കേരളത്തിലേക്ക് കോഴികൾ എത്തിയതോടുകൂടി വിപണിയിൽ ചിക്കന്റെ വില കൂപ്പുകുത്തി. 2 മാസം മുൻപ് 220-240 രൂപ വരെ ഉണ്ടായിരുന്ന കോഴിവില 170ലേക്കും പിന്നീട് 120 രൂപയിലെത്തി. കഴിഞ്ഞ ആഴ്ചകളിൽ ഇത് 100 രൂപയ്ക്ക് താഴെയും എത്തി. ചില്ലറ വിപണികളിൽ കോഴിവില കുറഞ്ഞത് വ്യാപാരം കൂട്ടിയിട്ടുണ്ട്. ഉപഭോക്തൃ കോടതി വിധി ലംഘനത്തെ തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസ മാനേജിംഗ് ഡയറക്ടർക്കും ദേശീയപാത അതോറിറ്റി പദ്ധതി നിർവഹണ വിഭാഗത്തിനുമെതിരെ വാറന്റ് അയക്കാൻ ഉത്തരവ്. വരാക്കര സ്വദേശി ജോർജ് തട്ടിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി MD-ക്കും എറണാകുളത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിയനുമാണ് വാറന്റ് അയച്ചത്. പണികൾ പൂർത്തിയാക്കാത്ത റോഡിൽ യാത്ര ചെയ്തതിന് ടോൾ കൊടുക്കേണ്ടി വന്നുവെന്നും വിവരങ്ങൾ തെളിയാത്ത രസീത് നൽകിയെന്നും ആരോപിച്ച് ജോർജ് തട്ടിൽ ഫയൽ ചെയ്ത ഹർജിയിൽ 10,000 രൂപ നഷ്ടപരിഹാരം നൽകാനും ആവശ്യമായ വിവരങ്ങൾ അടങ്ങുന്ന തെളിച്ചമുള്ള ബില്ലുകൾ 1 മാസത്തിനുള്ളിൽ നൽകി തുടങ്ങണമെന്നുമായിരുന്നു വിധി. എന്നാൽ വിധിപ്രകാരമുള്ള നഷ്ടപരിഹാര തുക കമ്പനി ഇതുവരെ നൽകിയില്ല. കോടതി പറഞ്ഞ സമയപരിധിക്ക് ശേഷം ടോൾ നൽകി യാത്ര ചെയ്ത ജോർജിന് തെളിച്ചമില്ലാത്ത രസീത് തന്നെയാണ് ലഭിച്ചത്. രസീത് ഹാജരാക്കിയ ജോർജ് നടപടി ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. ടോള് തുടങ്ങിയ സമയത്താണ് ഞാൻ എൻ്റെ കേസ് കൊടുത്തത്. പിന്നീട് ഇതിൻ്റെ വിധി വന്നിട്ടുണ്ടായിരുന്നു 10,000 രൂപ നഷ്ടപരിഹാരം. ഞാൻ കേസ് കൊടുത്ത് ഒന്ന് സർവീസ് റോഡ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, പിന്നെ ലൈറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, പിന്നെ അവർ തന്നെ റെസീറ്റ് ഉണ്ട്. ആ റെസീറ്റ് മാഞ്ഞു പോണ റെസീറ്റായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ കോടതി വിധി വന്നു, 10,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കണം, 1 മാസത്തിനുള്ളിൽ ഈ റെസീറ്റ് മാറ്റണം എന്ന് പറഞ്ഞു. പക്ഷേ അവർ റെസീറ്റ് ഇപ്പോഴും മാറ്റിയിട്ടില്ല. പഴയ മോഡൽ മാഞ്ഞു പോണ റെസീറ്റ് തന്നെ കൊടുത്തിരിക്കണം. പിന്നെ അവർ അപ്പീലൊന്നും പോയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഹർജി ഫയൽ ചെയ്തു. അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യാത്തതാണ് അറസ്റ്റ് വാറണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കെതിരെയും NHAയ്ക്കെതിരെയും. ഉപഭോക്തൃ കോടതി വിധി ലംഘിക്കുന്നത് 3 വർഷം വരെ തടവിനും 1 ലക്ഷം രൂപ പിഴയും ഈടാക്കാവുന്ന കുറ്റമാണ്. തൃശൂർ ഉപഭോക്തൃ കോടതി പ്രസിഡന്റ് CT സാബു അംഗങ്ങളായ S ശ്രീജ, R രാമോഹൻ എന്നിവർ പോലീസ് മുഖേന വാറണ്ട് പുറപ്പെടുവിക്കുകയായിരുന്നു. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി. വയനാടിന് കൈത്താങ്ങായി സ്കോളർഷിപ്പ് തുക നൽകി മുപ്പളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 കുട്ടികൾ.
അമ്പഴക്കാടൻ ബേബി ജീവ ബേബി ദമ്പതികളുടെ മക്കളായ അലൻ ബേബി, ആൻലിയ ബേബി, ആൽഫിൻ ബേബി എന്നീ വിദ്യാർത്ഥികളാണ് സ്കോളർഷിപ്പും രക്ഷിതാക്കൾ നൽകിയ തുകയും ചേർത്ത് 20,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. രക്ഷിതാവിന്റെ സാന്നിധ്യത്തിൽ സ്കൂൾ പ്രധാനാധ്യാപിക ഉഷയ്ക്കാണ് പണം കൈമാറിയത്. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10,000 രൂപ കൈമാറി. കെ രാമചന്ദ്രൻ MLA തുക ഏറ്റുവാങ്ങി. വാർഡംഗം ശൈലജ നാരായണൻ സന്നിഹിതയായി. മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കായി സ്വരൂപിച്ച പ്രാർത്ഥനാ പുസ്തകങ്ങളും വിവിധ സാധനങ്ങളും കൈമാറി. ഖുറാൻ, ബൈബിൾ, മുസല്ല, ദസ്വി പ്രാർത്ഥനാമാല, പുൽപ്പായ പ്രാർത്ഥനാമാല, കുട്ടികളുടെ ഡ്രസ്സുകൾ എന്നിവയാണ് നൽകിയത്. സംസ്ഥാന കമ്മിറ്റി അംഗം വിജയൻ ഏലംകുളം, സംസ്ഥാന ചെയർമാൻ സുരേഷ് ചെമ്മനാടൻ, ബദറുദ്ദീൻ ബാവ, മൊയ്തീൻ പൂപ്പലം, ജബ്ബാർ ഉസ്താദ്, പ്രഭാകർ, രവീന്ദ്രൻ എന്നിവർ ചേർന്ന് മുട്ടിൽ പഞ്ചായത്ത് അംഗം രാജിക്ക് കൈമാറി. വിജ്ഞാനവും വിനോദവും പകർന്ന് ആലങ്ങാട് ശങ്കര UP സ്കൂളിലെ കുട്ടികൾക്കായി ഒരുക്കിയ പ്ലാനറ്റോറിയം ഷോ കൗതുകമായി. സ്കൂളിലെ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്ലാനറ്റോറിയം പ്രദർശനം സംഘടിപ്പിച്ചത്. ഇരിങ്ങാലക്കുട മിസ്റ്ററി ഡോംസ് ആണ് കുട്ടികൾക്കായി വിസ്മയ കാഴ്ചയൊരുക്കിയത്. ആലങ്ങാട് ശങ്കര UP സ്കൂളിൽ പ്ലാനറ്റേറിയം കുട്ടികൾക്കായിട്ട് പ്രദർശനത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നന്നായിട്ട് തോന്നി. ബഹിരാകാശ രഹസ്യങ്ങളെ കുറിച്ചും അതുപോലെ ഓരോ കുട്ടികൾക്കും അവരുടെ ഏജ് ഗ്രൂപ്പിന് ശരിയായ രീതിയിലാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ നക്ഷത്രങ്ങളെ കുറിച്ചും സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചത് കുട്ടികൾ എല്ലാവരും തന്നെ എൻജോയ് ചെയ്തു. ഒപ്പം ടീച്ചേഴ്സിനും അത് വളരെ ഉപകാരപ്രദമായി തോന്നി. അങ്ങനെ ഇതില് എല്ലാവർക്കും ഒരു ശാസ്ത്രാവബോധം വളർത്താനായിട്ട് ഇത് സഹായിക്കുമെന്നതിൽ ഒരു തർക്കമില്ല. ഒരു മിനി പ്ലാനറ്റോറിയാണ് നമ്മളിവിടെ കുട്ടികൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അവർക്ക് ശാസ്ത്രീയ ബോധം വളർത്താനും കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നേരിട്ടുള്ള ഒരു അറിവ്, മറ്റേത് അവർക്ക് TV കൂടെയൊക്കെ ഉള്ള ഒരു അറിവ് സ്വന്തം കൺമുന്നിൽ കാണാവുന്ന ഒരു അവസരമാണ് ഇതിലൂടെ കുട്ടികൾക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ മുൻ മന്ത്രി പറഞ്ഞ രവീന്ദ്രൻ മാഷ് പറഞ്ഞ പോലെ വിദ്യാലയം കുട്ടികളുടെ അറിവ് ലഭിക്കുന്ന ഒരു സ്ഥലമായി മാറുന്ന ഒരു അവസ്ഥയാണ് അതുണ്ടായിട്ടുള്ളത്. വളരെ ഉപകാരപ്രദമാണ് കുട്ടികൾക്ക് എന്നാണ് ഞങ്ങൾക്ക് ഇതുകൊണ്ട് തോന്നിയിട്ടുള്ളത്. പണ്ട് നമുക്ക് പുസ്തകത്തിൽ നിന്ന് അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ നമുക്ക് ഈ ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ വന്നതോടുകൂടി കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അവരെ തൊട്ടു മുന്നിൽ തന്നെ കണ്ടും കേട്ടും അനുഭവിച്ചും അറിയാനുള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ പ്ലാനറ്റോറിയം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് കുട്ടികൾക്ക് വളരെയധികം പ്രയോജനകരമായി. ചാന്ദ്രയാൻ അടക്കം ബഹിരാകാശത്ത് ഇന്ത്യയുടെ നേട്ടങ്ങളെപ്പറ്റിയും സൗരയൂഥം, ഗ്രഹങ്ങൾ, ഭൂമി, നക്ഷത്രങ്ങൾ, സൂര്യൻ, വിവിധ ഇനം റോക്കറ്റുകൾ, ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം എന്നിവയെക്കുറിച്ചും വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ കുട്ടികൾക്ക് ഷോയിലൂടെ പകർന്നു നൽകി. നല്ല സൂപ്പറായിരുന്നു. എല്ലാത്തിനും കാണാനും പറ്റി. ഭൂമിയും ചന്ദ്രനെയും എല്ലാത്തിനും കാണാൻ പറ്റി. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക M. ശ്രീകല, സയൻസ് ക്ലബ് കോർഡിനേറ്റർ ദിൽജ മുകുന്ദൻ, സ്റ്റാഫ് പ്രതിനിധി KA. സത്യനാരായണൻ എന്നിവർ പ്രസംഗിച്ചു. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ്, കേരള എക്സൈസ്, കേരള ഫോറസ്റ്റ്, നന്മ ഫൗണ്ടേഷൻ ചായ്പങ്കുഴി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ PSC കോഴ്സും കമ്പൈൻഡ് സ്റ്റഡിയും ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു. നന്മ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഷിബു ദേവസി അധ്യക്ഷത വഹിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ K. കൃഷ്ണൻ മുഖ്യാതിഥിയായി. ഫാദർ ജിജോ ചക്കിയത്ത്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CV ആന്റണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോഫിൻ ഫ്രാൻസിസ്, സജിത ഷാജി, എക്സൈസ് വിമുക്തി മിഷൻ കോർഡിനേറ്റർ TK സന്തോഷ്, ജനമൈത്രി പോലീസ് കമ്മിറ്റി അംഗം സുരേഷ് കടുപ്പശ്ശേരി, സരോജിനി എന്നിവർ പ്രസംഗിച്ചു. ചായ്പങ്കുഴി സെന്റ് ആന്റണീസ് ചർച്ച്, ചായ്പങ്കുഴി SNDP ശാഖ, ചാലക്കുടി പ്രസ് ഫോറം എന്നിവയുടെ സഹകരണത്തോടെയാണ് കോഴ്സ് ആരംഭിച്ചത്. പുതുക്കാട് സെന്റ് സേവിയേഴ്സ് കോൺവെന്റ് UP സ്കൂളിൽ സ്കൂൾ തല കലോത്സവം സംഘടിപ്പിച്ചു. സിസ്റ്റർ ആലിസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VG ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. മുൻ PTA പ്രസിഡന്റ് ആഷ്മി വർഗീസ്, പൂർവ്വ അധ്യാപകരായ ആനി പോൾസൺ, ബേബി അഗസ്റ്റിൻ, പൂർവ്വ വിദ്യാർത്ഥികളായ കാവ്യ, സോന, പ്രധാനാധ്യാപിക സിസ്റ്റർ വന്ദന, വിമി റാഫേൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. പവന് 760 രൂപ വർദ്ധിച്ചതോടെ സ്വർണ്ണവില 52,000 രൂപ കടന്നു. തിങ്കളാഴ്ച 200 രൂപ ഉയർന്നിരുന്നു. തുടർച്ചയായ 4ാം ദിനമാണ് സ്വർണ്ണവില ഉയരുന്നത്.
ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 52,520 രൂപയാണ്. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് വർദ്ധിച്ചത് 1,720 രൂപയാണ്. കഴിഞ്ഞ മാസം 23-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറച്ചതോടെ രാജ്യത്ത് സ്വർണ്ണവില കുത്തനെ കുറഞ്ഞിരുന്നു. ബജറ്റിന് ശേഷം ആദ്യമായാണ് സ്വർണ്ണവില 52,000 കടക്കുന്നത്. വിപണിയിൽ 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 6,565 രൂപയാണ് വില. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 5,425 രൂപയാണ്. തിങ്കളാഴ്ച കുറഞ്ഞ വെള്ളിയുടെ വില ചൊവ്വാഴ്ച വർദ്ധിച്ചിട്ടുണ്ട്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 88 രൂപയാണ്. അളഗപ്പനഗർ കാവലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ വ്യാഴാഴ്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കും. രാവിലെ 9 മുതൽ 1 മണി വരെ മാവിൻ ചുവട് അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്യാമ്പ് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും. കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് രാജു കിഴക്കൂടൻ അധ്യക്ഷത വഹിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. വിധവകൾ, നിയമപരമായി വിവാഹമോചനം നേടിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് 25,000 രൂപ ധനസഹായം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ മംഗല്യ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-നും 50-നും മധ്യേ പ്രായമുള്ള വിധവകളുടെ പുനർവിവാഹത്തിനാണ് ധനസഹായം അനുവദിക്കുന്നത്. പുനർവിവാഹം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷക BPL മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. പദ്ധതിക്കായി www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477236150. അയലൂർ IHRDയുടെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓണേഴ്സ്, MSc കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകളിലേക്ക് IHRD ക്വാട്ട സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ കോളേജിലെത്തി അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 28. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ആദ്യ നമ്പർ 8547005029, അടുത്ത നമ്പർ 9495069307. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,565 രൂപ, പവന് 52,520 രൂപ. നന്ദിക്കര മംഗലൻ പോൾസൻ അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷൈനിയാണ് ഭാര്യ. അഖിൽ, അന്ന എന്നിവർ മക്കളും ക്രിസ്റ്റോ മരുമകനുമാണ്. ചെങ്ങാലൂർ SN പുരം കാളിയങ്കര സുനീഷ് ഭാര്യ സജിത അന്തരിച്ചു. 35 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മകൾ കൃപ. ചിറ്റിശ്ശേരി ചെറുവത്തൂർ ആട്ടോക്കാരൻ പരേതനായ ദേവസി ഭാര്യ റോസി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റീന, ജോൺസൺ, ഷീബ, ഷീജ എന്നിവർ മക്കളും ഡെല്ല, തോമസ്, ജെയിംസ്, പരേതനായ ഡേവിസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കരാർ ലംഘനത്തിന് പാലിയേക്കര ടോൾ കരാർ കമ്പനിക്ക് 2,128.72 കോടി രൂപ NHAI പിഴ ചുമത്തിയ സാഹചര്യത്തിൽ സെപ്റ്റംബർ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കമ്പനിയുടെ നീക്കം സർക്കാർ ഇടപെട്ട് തടയണമെന്ന് DCC വൈസ് പ്രസിഡന്റ് ജോസഫ് രാജൻ. കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുടുങ്ങി വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ചേലക്കര സ്വദേശി. തൃക്കൂരിലുണ്ടായ വെള്ളപ്പൊക്കം മനുഷ്യനിർമ്മിതമാണെന്ന് തൃക്കൂർ കാർഷിക വികസന സമിതി യോഗം ആരോപിച്ചു. സംസ്ഥാനത്ത് കോഴിവില കുത്തനെ ഇടിഞ്ഞു. കിലോയ്ക്ക് 100 രൂപ മുതൽ 120 രൂപ വരെയാണ് ഇപ്പോഴത്തെ വില. വയനാടിന് കൈത്താങ്ങായി സ്കോളർഷിപ്പ് തുക നൽകി മുക്കുളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 കുട്ടികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.